എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മളുടെ റംബൂട്ടാന് നമ്മളുടെ SOP അടിച്ചു കൊടുക്കാൻ പോകും, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ ഇപ്പോൾ ശരിക്കും ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തം ഈ വലയിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കായ അത്യാവശ്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ പഴുക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് അടിയിലുള്ള പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി SOP അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നനച്ച് കൊടുക്കണമെന്ന്. നനച്ച് കൊടുത്തില്ലെങ്കിൽ കായ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നമ്മളിപ്പോൾ വൈകിട്ട് സമയത്താണ് ഇപ്പോൾ ഇത് അടിക്കാൻ പോകുന്നത്, SOP അടിക്കാൻ പോകുന്നത് ഒരു 5 മണിക്ക് ശേഷം. അല്ലെങ്കിൽ നല്ല ചൂടത്ത് അടിച്ചു കഴിഞ്ഞാലും കായ കൊഴിഞ്ഞു പോകും. അതിരാവിലെയും നമുക്ക് അടിക്കാം. ഒരു 6 മണിയൊക്കെ തുടങ്ങി ഒരു 8 മണി വരെ 8:30 വരെയൊക്കെ മാക്സിമം അടിക്കാം. വെയിലിൻ്റെ ചൂടേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന SOPയുടെ ചൂടും കൊണ്ട് രണ്ടും കൊണ്ട് ആ കായകളൊക്കെ കൊഴിയാൻ സാധ്യത കൂടും. നമ്മുടെ തോട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് പലരും കണ്ടിട്ടുണ്ട്, കായകളൊക്കെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് SOP അടിക്കാനുള്ള പരിപാടി എടുക്കാം. അതിന് എംബോ അഗ്രോ കെമിക്കൽസിൻ്റെ ഒരു ബ്രാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടഡ് ആണ്. SOP എന്ന് പറയുന്നത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 200 ലിറ്റർ വെള്ളം ഫസ്റ്റ് ബാരലിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 800 ഗ്രാം SOP എടുത്തിരിക്കുകയാണ്. ഇത് വാട്ടർ സോളിബിളാണ്, വെള്ളത്തിൽ ലയിച്ചു പോകും. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ചെറിയ ബക്കറ്റിൽ ആദ്യം ഇടാണ്. അതൊന്ന് ലയിച്ചതിന് ശേഷം 100 ml പശയാണ് നമുക്ക് വേണ്ടത് 200 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെറിയ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇടാണ്. പെട്ടെന്ന് ലയിച്ച് കിട്ടും. നമ്മളൊരു ഗ്ലാസ് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെക്കാം, മാസ്ക് വെക്കാം. അതൊക്കെ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. 100 ml പശയാണ്. ഇത് അളവ് പാത്രം 75 ml ഉണ്ട്. അതാദ്യം ഒഴിക്കാം. നമ്മൾ ചെറിയ ബക്കറ്റിലേക്കാണ് ഒഴിക്കുന്നത്. ഇനി ഒരു 25 ml കൂടി ഒഴിക്കണം. അഗ്രികൾച്ചർ യൂസിനുള്ള പശയാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഏത് വളർഷോപ്പിലും പറഞ്ഞാൽ കിട്ടും. ഡെലാർവെറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബക്കറ്റിലെ വെള്ളം നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് ഒഴിക്കാം. ഇവിടെ കാണാം നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ലയിച്ചേക്കണത്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊരു കോലെടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഉപയോഗിക്കുന്നത് ഇത് പുതിയൊരു ടൈപ്പ് മെഷീൻ വന്നിരിക്കുന്നതാണ്. സ്പ്രെയർ തന്നെയാണ്. നമുക്ക് പുറത്ത് തൂക്കിയിടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. 3500 ആ റേഞ്ചൊക്കെ വരുന്നു എന്നാണ് അവിടെ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചാണ് ഇന്നിപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്കുള്ള പൈപ്പ് നല്ല നീളത്തിലുണ്ട്. അത് വെച്ച് ഉപയോഗിക്കാം. ഇത് ഇന്നറാണ്, ഉള്ളിലേക്ക് വെള്ളം വലിക്കാനുള്ള സെക്ഷനാണ്. അത് നമ്മൾ ഇതിലേക്ക് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബാറ്ററി ചാർജിങ് ആണ് ഇതിൻ്റെ. അപ്പോൾ ഇതിനിവിടെ 2 സ്വിച്ച് ഉണ്ട്, 2 മോട്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്വിച്ച്. അപ്പോൾ ഈ 2 മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും, അവിടെ അടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്പെയർ. ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുകളിലേക്ക് കളിക്കാനും അതുപോലെ താഴത്തേക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റും.